ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. അതായത് 2024 ജൂലൈ മാസം 16 മുതൽ ആണ് അത് ആരംഭിക്കുന്നത്. പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗ്യഗ്രഹങ്ങളുടെ സ്ഥിതികൾ, അഭീഷ്ട കാര്യങ്ങൾ എന്തൊക്കെ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കഷ്ടതകളും ഒക്കെ ചേർത്ത് കമൻറ്റ് ചെയ്താൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അവിട്ടം നക്ഷത്രക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7.5 ശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നിരുന്നാലും ശനി തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ടിരിക്കുകയും കൂടാതെ ദൈവാധീനമുള്ള ഒരു വർഷവും കൂടിയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ബലവാനായിട്ട് ഒക്കെ നിൽക്കുന്നു. ഭാഗ്യാധിപന്റെ ഇഷ്ടഭാവ സ്ഥിതിയും പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അത് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രായമായവർക്കോ കൊച്ചുകുട്ടികൾക്കോ ഒക്കെ വളരെ നല്ല ഒരു കാലം ആരോഗ്യപരമായിട്ട്. എത്ര ക്ലേശങ്ങൾ, വളരെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നാശങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ദീർഘകാലമായിട്ട് അനുഭവിച്ച ഒരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. ഈ നക്ഷത്രക്കാർ അതിൽ നിന്നെല്ലാം മുക്തരാകുവാൻ പോകും. തൊഴിൽപരമായിട്ട് വിജയങ്ങൾ വന്നു ചേരുക, അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുക, പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം എന്നാഗ്രഹിച്ച് തീരുമാനിച്ച് ഉറച്ച് നിൽക്കുന്നവർക്ക് അതിനുള്ള ധനം വന്നു ചേരുന്നതിനുള്ള ഒരു ഉറവിടം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതായത് കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയായി ലഭിക്കുകയോ മറ്റ് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടോ ചില എഗ്രിമെൻറ്റുകൾ, ഉടമ്പടികളൊക്കെ ചില കമ്പനികളുമായിട്ടും ചില പ്രസ്ഥാനങ്ങളുമൊക്കെ ആയിട്ട് ഉണ്ടാക്കുക വഴിയും പുതിയ സംരംഭങ്ങൾ, അതായത് ചിലപ്പോൾ വളരെ ദീർഘകാലം നടത്തിക്കൊണ്ടിരുന്ന ഒരു സംരംഭം പ്രവർത്തനം നിർത്തിയിട്ടിരുന്നത് പുനരാരംഭിച്ച് പ്രവർത്തിക്കുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു വർഷമാണ് 1200 കൊല്ലവർഷം ചിങ്ങമാസം മുതൽ. പുതിയ, അതായത് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഉപരിപഠനത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് ടെസ്റ്റുകൾ എഴുതുന്നവർ, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനുള്ള യോഗമുണ്ട്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തൃപ്തരല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അതായത് കിട്ടുന്ന ശമ്പളം പോരാ, തികയാതെ വരും. അങ്ങനെയുള്ളവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു നല്ല തൊഴിൽ വന്നു ചേരുന്നതിന് യോഗമുള്ള ഒരു വർഷമാണ്. അത് ഗവൺമെൻറ് ജോലി ആയാലും തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലി ആയാലും ലഭിക്കുന്നതിനുള്ള യോഗമാണ് ഉള്ളത്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ ഐശ്വര്യമുള്ള കാലം. അതായത് തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെയുള്ള ദമ്പതികളാണ് എങ്കിലും അവർക്ക് ഐക്യത്തോടുകൂടി ജീവിക്കുവാൻ ഈ വർഷം സാധിക്കും. അതിനായിട്ട് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും, അതായത്
ശിവനും പാർവതിയും കൂടി കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധിയിൽ ഐക്യമത്യ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുക, പൂജകളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക. കുടുംബപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് പ്രായമായവർക്കും ഒക്കെ അതിനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനായിട്ട് വിദ്യാഗോപാല മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രേഷ്ഠമേ എന്ന വിദ്യാഗോപാല മന്ത്രം ജപിച്ച് വിദ്യാ തടസ്സങ്ങൾ ഒഴിവാക്കുവാനും അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണർവും ഉന്മേഷത്തോടും കൂടി ശ്രദ്ധയോടുകൂടി പഠിക്കുവാൻ ശ്രദ്ധയുണ്ടാകുന്നതിനും ബുദ്ധി തെളിയുന്നതിനുമൊക്കെ നല്ലതാണ്. അവിട്ട നക്ഷത്രക്കാർ ശനി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, 7.5 ശനി. അങ്ങനെയുള്ള ഈ കാലം ആയതിനാൽ ശനി ദോഷങ്ങൾ ബാധിക്കാതിരിക്കുവാനും ശനിയുടെ പിടിയിൽ നിന്ന് മുക്തരായി ആലസ്യമൊക്കെ വിട്ട് അലസതയൊക്കെ വെടിഞ്ഞ് തൊഴിൽ രംഗത്ത് ഉണർവും ഉന്മേഷത്തോടും കൂടി പ്രവർത്തിക്കുവാൻ, കഴിഞ്ഞു പോയ കാലത്തെ നഷ്ടങ്ങൾ നികത്തി ഉന്നതിയിലേക്ക് എത്തുവാൻ നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം ശനീശ്വരം നമാമ്യഹം എന്ന മന്ത്രമൊക്കെ ചൊല്ലി ശ്ലോകമൊക്കെ ചൊല്ലി സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചാൽ ശനീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകുകയും പുതിയ പുതിയ നല്ല തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാനും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ പാസ്സാകുവാനും ഒക്കെ നല്ല യോഗമുണ്ട്. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും വിജയിക്കുവാനാവും. ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ളവർ, അതുപോലെ തന്നെ ഊഹാപോഹ കച്ചവടങ്ങൾ പോലെ തന്നെയാണല്ലോ ഈ ബ്രോക്കറിംഗ് പരിപാടി. വസ്തു ബ്രോക്കറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ വിവാഹ ബ്രോക്കറിംഗ് ആയാലും വാഹന ബ്രോക്കറിംഗ് ആയാലും ഒക്കെ വളരെ നല്ല വിജയത്തിലെത്തിച്ചേരും. ഒരു ഹോം നേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവർക്കായാലും സ്ഥിരമായി തൊഴിൽ ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതുമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും വാഹന സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ അഭിവൃദ്ധി വന്നു ചേരുന്ന കാലമാണ്. ഏറ്റവും പ്രധാന കാര്യം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഈ കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതലുള്ള കാലം. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും അധ്യാപകർക്കും അതുപോലെ തന്നെ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇൻഫർമേഷൻ ടെക്നോളജി സാങ്കേതിക വിദ്യാപരമായിട്ട് അനവധി തൊഴിൽ സാധ്യതകളുള്ള ആ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഉന്നതികൾ വന്നു ചേരും. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ, അത് ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും ഒരു ലാബറട്ടറി ജോലി ആയാലും സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയിട്ട് ജോലി ചെയ്യുന്നവരായാലും അവർക്കൊക്കെ പുരോഗതികൾ വന്നു ചേരും. കൂടാതെ വാഹനവുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരോ ഗൃഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്റ്റേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ അവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ആണ് വസ്ത്രവ്യാപാര വിപണന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ വർഷം അത്യപൂർവമായ വിജയങ്ങൾ വന്നു ചേർന്ന് നല്ല ബിസിനസ്സൊക്കെ ലഭിക്കുന്നതിനും ഉൽപ്പാദനം ഭംഗിയായിട്ട് നടക്കുന്നതിനും അതുപോലെ തന്നെ ധന ആഗമന യോഗവും അങ്ങനെയുള്ളവർക്ക് ഉണ്ട്. വീട്ടമ്മമാരായിരിക്കുന്നവർക്കും നല്ലതാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്കും നല്ല ഒരു കാലം, നല്ല പ്രണയിതാക്കളെ കണ്ടെത്തുവാനും പ്രണയസാഫല്യമുണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 1200 കൊല്ലവർഷം ചിങ്ങമാസം മുതലുള്ള സമയങ്ങൾ. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.